തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന പ്രകമ്പനത്തിന്റെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിലെത്തിയത് ആരാധകർക്ക് ആവേശമായി. കേരളത്തിലെ 90 തിയേറ്ററുകളിൽ ആദ്യ ഷോ പ്രദർശിപ്പിച്ചു തുടങ്ങിയ ചിത്രം സൂപ്പർ ഹിറ്റായതോടെ 200-ലധികം തിയേറ്ററുകളിലാണ് ഇപ്പോൾ പ്രദർശനത്തിനെത്തിയിട്ടുള്ളത്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത പ്രകമ്പനം എന്ന കോമഡി ഹൊറർ ചിത്രം തിയേറ്ററുകളിൽ മികച്ച വിജയം നേടി മുന്നേറുന്നു. നല്ല സിനിമകളെ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന മലയാളക്കര അടുത്ത കാലത്ത് പൊട്ടിച്ചിരിയോടെ ഏറ്റെടുത്ത ചിത്രമാണ് പ്രകമ്പനം. കേരളത്തിലെ 90 തിയേറ്ററുകളിൽ ആദ്യ ഷോ പ്രദർശിപ്പിച്ചു തുടങ്ങിയ ചിത്രം റിലീസിന്റെ 2ാം വാരത്തിലേക്ക് എത്തിയപ്പോൾ 250-ലധികം ഷോകൾ ആഡ് ചെയ്തിട്ടുണ്ട്. 210-ലധികം തിയേറ്ററിലാണ് സിനിമ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത്. ചിത്രത്തിലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും വിജയാഘോഷം പങ്കുവയ്ക്കാൻ കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിലെത്തിയത് ആരാധകർക്ക് ആവേശമായി. ചിത്രത്തിന്റെ സംവിധായകൻ വിജേഷ് പാണത്തൂർ, തിരക്കഥയും സംഭാഷണവും നിർവഹിച്ച ശ്രീഹരി വടക്കൻ, ചിത്രത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, അൽ അമീൻ, ശീതൾ ജോസഫ്, സനീഷ് പല്ലി, സുബിൻ ടാർസൻ, ഷാന, ശ്രിയ, മുകേഷ് OMR, അബ്ദുൾ സമീർ കാങ്കോൽ, ബാലതാരൻ ദേവാനന്ദ്, രാമചന്ദ്രൻ പാണത്തൂർ തുടങ്ങിയവരാണ് ചിത്രത്തിന്റെ വിജയം ആഘോഷിക്കാൻ കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിൽ എത്തിയത്. നമ്മുടെ വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത പ്രകമ്പനം ഒരാഴ്ചയായി തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിന് മുന്നാകെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം മികച്ച അഭിപ്രായവും അതുപോലെ തന്നെ എല്ലാ തിയേറ്ററുകളിലും നിറഞ്ഞ സദസ്സുമാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ ഒരു 108 തിയേറ്ററാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഓൾമോസ്റ്റ് നമുക്ക് 290-300 അടുത്ത് തിയേറ്റർ നമുക്കിപ്പം ഈ ഒരാഴ്ചയിലുള്ളിൽ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് നമുക്ക് മൊത്തത്തിൽ ഏകദേശം 800-ന് മുകളിൽ തിയേറ്റർ ഇപ്പോൾ കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റെസ്പോണ്ടാണ് എല്ലായിടത്തും കിട്ടുന്നുള്ളത്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സ്നേഹം എങ്ങനെ തൊട്ടടുത്ത് നിന്ന് അനുഭവിച്ചറിയാൻ കഴിഞ്ഞതിൽ ഈ ഒരു സപ്പോർട്ട് എന്നും ഉണ്ടായിരിക്കണം. വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ വന്നൊരു ചെറിയ സിനിമയാണ്. പക്ഷേ പ്രേക്ഷകർ സ്വീകരിച്ചു, വലിയൊരു വിജയമാക്കി മാറ്റിത്തന്നു. അപ്പം ഈ അവസരത്തിൽ ഓരോരുത്തരോടും നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ടീം എത്തിയത് വളരെയധികം സന്തോഷം. പിന്നെ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം. പ്രത്യേകം ഡയറക്ടർ സാറിന് നന്ദി പറയാണ്. നല്ല ഭാഗണ്ടേ അഭിനയിക്കാൻ പറ്റി. എല്ലാവരും സിനിമ വഴി കാണണം. കൂടാതെ കലാഭവൻ നവാസ്കയുടെ ഡബ്ബിങ് ചെയ്തത് ഞാനാണ്. പ്രകമ്പനം ഏറെക്കുറെ കേരള ജനത നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇനിയും എല്ലാവരും കാണണം. കാഞ്ഞങ്ങാട്ടുകാരനായ വിജേഷേട്ടൻ്റെ പടം അതിഗംഭീര വിജയത്തിലേക്കാണ്. ഈ ഒരു ചിത്രത്തിൽ ഞാനും ചെറിയൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഗണപതി, സാഗർ സൂര്യ, അൽ അമീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിൽ ശീതൾ ജോസഫാണ് നായിക. വരുന്നത് ഇപ്പം ഇത്ര വേല നമ്മൾ കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് ആ ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സ്നേഹത്തിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു സമയത്ത്, സ്പെഷ്യലി ഈ ഒരു സമയത്ത് ഈ ഒരു ഷോ ഹൗസ്ഫുൾ ആയിട്ടിരിക്കണം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. താങ്ക് യു. നവരസ ഫിലിംസും കാർത്തിക് സുബ്ബരാജിന്റെ സ്റ്റോൺ ബെഞ്ച് സ്റ്റുഡിയോയും ചേർന്നാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. നദികളിൽ സുന്ദരി യമുനയ്ക്ക് ശേഷം വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ശ്രീജിത്ത് KS, കാർത്തികേയൻ S, സുധീഷ് N എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. കലാഭവൻ നവാസ് അവസാനമായി അഭിനയിച്ച ചിത്രം എന്ന പ്രത്യേകതയും പ്രകമ്പനത്തിനുണ്ട്. കാങ്കോൽ സ്വദേശി അബ്ദുൾ സമീറാണ് കലാഭവൻ നവാസിന് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത്. മല്ലിക സുകുമാരൻ, രാജേഷ് മാധവൻ, അസീസ് നെടുമങ്ങാട്, ഗായത്രി സതീഷ്, ലാൽ ജോസ്, കുടശനാട് കനകം, ബീന കൊടക്കാട് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. എറണാകുളത്തെ ഒരു ക്യാമ്പസും കണ്ണൂരും പശ്ചാത്തലമാക്കി ഒരുക്കിയ ചിത്രത്തിൽ ഹൊററിനൊപ്പം കോമഡി കൂടി ചേരുമ്പോൾ തിയേറ്ററുകൾ പൊട്ടിച്ചിരിയുടെ പ്രകമ്പനമായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.